ഹാജറ ബീവി ആ സഫാ മർവ കുന്നിന്റെ ഇടയിൽ പെട്ടുപോയി. വെള്ളമില്ല. ആ സമയത്ത് തന്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളം തീർന്നു. തന്റെ ഒക്കത്തുള്ള കുഞ്ഞ്, ആ പിഞ്ചോമന മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാം വാവിട്ട് കരയുകയാണ് അല്പം വെള്ളത്തിന് വേണ്ടി. തന്റെ മാറു പറ്റി ആ കുട്ടിക്ക് വെള്ളം കൊടുക്കാൻ കഴിയാതെ ആ നിലവിളിക്കുന്ന പിഞ്ചു കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച് ഹാജറ ബീവി സഫാ മർവക്കിടയിലൂടെ ഇങ്ങനെ ഓടുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. അപ്പോൾ ഒരു അശരീരി കേട്ടു. പല റിപ്പോർട്ടുണ്ട്. അശരീരി കേട്ടപ്പോ അത് ജിബ്രീലാണ്, ഞാൻ ജിബ്രീലാണെന്ന് പറഞ്ഞു. അങ്ങനെ അശരീരി കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് ഹാജറ ബീവി ചോദിച്ചു, നിനക്ക് സഹായിക്കാൻ കഴിയുമെങ്കിൽ എന്നെ സഹായിക്ക്, എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ എന്നെ സഹായിക്കും. ആരാണ് അവിടെ ഉള്ളത്? ആരാ? മലക്ക്. ഏത് മലക്ക്? ജിബ്രീൽ എന്ന മലക്ക്. കണ്ടോ, ഹാജറ ബീവി സഹായം ചോദിച്ചില്ലേ? മനുഷ്യ കഴിവിനതീതമായ സഹായമല്ലേ ആ ചോദിച്ചത്? അതെ, മനുഷ്യ കഴിവിനതീതമായ സഹായമല്ലേ മലക്കിന്റെ സഹായം? ഇതൊക്കെ ചോദിച്ചിട്ട് ഖുറാഫികൾ കുറെ കാലം ചോദ്യത്തിരിക്കുകയാണ്. ആ രൂപത്തിലൊരു ചോദ്യം ഇവിടുത്തെ ഒരു ഖുറാഫികളുടെ മാസികയിൽ വന്നു, സുന്നി വോയിസ് 2005 മെയ്യില്. അപ്പൊ അതിന് സലാം സ്വലമി മറുപടി എഴുതാം. എപ്പോഴാ? 2005 ജൂലൈയിൽ. ഷബാബ് എഴുതി വെക്കണം, 2005 ജൂലൈയിൽ. ഈ ചോദ്യത്തിന് ഒന്നാമത്തെ മറുപടി കിട്ടും. ആര്? നമ്മളല്ല, സലാം സ്വലമി പറയാണ്, ഹാജറ ബീവിയുടെ മലക്കിനോടുള്ള ഈ സഹായം തേടൽ ബ്രാക്കറ്റിൽ ഇസ്തിഗാസ ശിർക്കാണെന്ന് ഒരു വഹാബിയും വാദിച്ചിട്ടില്ല. അത് ശിർക്കാണെന്നൊരു വഹാബിയും പറഞ്ഞിട്ടില്ല, വാദിക്കുകയുമില്ല. ഈ പുരോഹിതന്മാർക്ക്, ഈ പുരോഹിതർ ഏതൊക്കെ ഗണത്തിൽപ്പെടുന്നു ഇനി നിങ്ങൾ ചിന്തിക്കണം. ഈ പുരോഹിതന്മാർക്ക് കാര്യകാരണ ബന്ധത്തിനപ്പുറം അഭൗതിക മാർഗം, മറഞ്ഞ വഴി എന്നെല്ലാം പറയുന്നതിന്റെ ആശയം എന്താണെന്ന് മനസ്സിലാവാതെ പോയതാണ് ഇത്തരം വിഡ്ഢിത്തങ്ങൾ എഴുതാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്. അടുത്ത വാദ്യം കേട്ടോ, ഹറാം തിന്നുന്നവർക്ക് സത്യം ഗ്രഹിക്കാൻ പ്രയാസമായിരിക്കുമെന്ന് ഇമാം ഗസാലിയെ പോലെയുള്ള പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചത് വളരെ യാഥാർത്ഥ്യമാണ്. അപ്പൊ ഹറാം തിന്നുന്നവർ സത്യം മനസ്സിലാക്കണമെന്നില്ല, ഹലാല് തിന്നുന്നവർക്കൊക്കെ സത്യം മനസ്സിലാവും. ഇത് ഞാൻ പറയല്ല, ഇത് സലാം സ്വലമി എഴുതാ. ഇത് നിങ്ങൾ പറയണം, ആരാണ് ഇവിടെ നാലിമല്ല അയാൾ തിന്നണ എന്താ? അയാൾ ഹലാലാണെങ്കിൽ സലാം സ്വലമി പറഞ്ഞതുപോലെ അയാൾക്ക് സത്യം മനസ്സിലാവും. ഇനി ഈ പറഞ്ഞ വാചകം അതാണ് പ്രധാനം. ഏത്? 2007 ഏപ്രിൽ. ഒറിജിനല, 2 ഒറിജിനലാ. ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു, നമ്മളിങ്ങനെ വെച്ചിരുന്നതാണ്. പാത്തും പതുകി അവിടെ ഇരുന്നതാ. ഇത് ആദ്യം എടുത്ത് ഉദ്ധരിച്ചിട്ടില്ല, ഇത് പാത്തും പതുകി അവിടെ ഇരുന്നു. ഇപ്പോ ആ സമയത്തിന് പറയുമ്പോൾ എല്ലാവരും സുഖമുള്ളൂ. അതുകൊണ്ട് കേട്ടോ, ജബ്ബാർ മൗലവി എഴുതിന് തത്തുല്യമായ എത്ര ക്യാരറ്റാ നിങ്ങൾ പറയണം, അത് നിങ്ങളുടെ ജോലിയാണ്. എത്ര ക്യാരറ്റാ കേട്ടോ. സലാം സ്വലമി ഷബാബില് നോക്കുക, ഈ ലേഖനം വിശദീകരിച്ചിട്ട് സലാം സ്വലമി പറയാണ്, നാം പറയുന്ന വാദം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ഇവർ ഖണ്ഡനം എഴുതുന്നത്. എന്നിട്ട് സലാം സ്വലമി ഉദാഹരണം പറയാണ്, ഒരാൾ മരുഭൂമിയിൽ അകപ്പെട്ടു, അല്ല ഒരു മുസ്ലിയാർ ഒരു മരുഭൂമിയിൽ അകപ്പെട്ടു. വിജനപ്രദേശം എന്ന് ജബ്ബാർ മൗലവി പറഞ്ഞ പോലെ ഒരു മരുഭൂമി പോയി ഒരു മുസ്ലിയാർ അകപ്പെട്ടു. അങ്ങനെ അകപ്പെട്ടു, ദാഹജലത്തിന് വേണ്ടി അയാൾ നെട്ടോട്ടം ഓടുകയാണ്. കുടുങ്ങിപ്പോയി. ദാഹജലത്തിന് വേണ്ടി അയാൾ നെട്ടോട്ടം ഓടുകയാണ്. അപ്പോൾ അയാൾ ഒരു അശരീരി കേട്ടു. അവിടെ ഒരു അശരീരി കേട്ടു. ആരുമില്ല, മരുഭൂമിയിലാണ്, ഒരാളില്ല, ഒരു അശരീരി കേട്ടു. അപ്പോൾ അയാൾ ഒരു അശരീരി കേട്ടു. എന്നിട്ട് അടുത്ത വാചകം, ഹാജറ ബീവിയുടെ സംഭവത്തെ അടിസ്ഥാനമാക്കി. ഹാജറ ബീവിയുടെ സംഭവം എന്താ? പണ്ടൊരു അശരീരി കേട്ടു. അപ്പൊ ആരാ? മലക്ക്. ഏത് മലക്ക്? ജിബ്രീൽ. അപ്പൊ അയാൾ അതിനെ അടിസ്ഥാനമാക്കി ആ ശബ്ദം പുറപ്പെടുവിച്ച ആളെ ഉദ്ദേശിച്ചുകൊണ്ട്, നിന്റെ അടുക്കൽ വെള്ളമുണ്ടെങ്കിൽ എന്നെ സഹായിക്കൂ എന്ന് ദയനീയമായ സഹായത്തിട്ടം നടത്തിയാൽ മുസ്ലിയാർ ശിർക്ക് ചെയ്യുന്നില്ല. ഇവിടെ ജബ്ബാർ മൗലവി ബ്രാക്കറ്റിൽ ജിന്ന് മലക്ക് മനുഷ്യൻ എഴുതി, ഇവിടെ ബ്രാക്കറ്റ് ഒന്നുമില്ല, ഡയറക്റ്റ് എഴുതി. ആദരാബിയുടെ സംഭവത്തിൽ അശരീരി കേട്ടപ്പോൾ അത് ജിന്ന് മലക്കുണ്ടാവും വിചാരിച്ചിട്ട് ചോദിച്ചാൽ അത് ശിർക്കല്ല. എത്ര ക്യാരറ്റാ നിങ്ങൾ പറയണം. അപ്പൊ കണ്ടോ സഹോദര, ഇത്ര വ്യക്തമായിട്ട് പഠിപ്പിച്ചു കൊടുത്തതാന്ന്. അതാണ് ഇപ്പൊ നേരെ തിരിഞ്ഞു കുത്തിയിട്ട് ഇങ്ങണ്ട് ജിന്നൂരിയാണ്, അതേപോലെ ജിന്നുവാദിയാണ് എന്നൊക്കെ ഇങ്ങോട്ട് ആക്ഷേപിക്കുന്നത്. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ ഇവർ വ്യക്തമായി എഴുതി വെച്ചത് കാണാൻ കഴിയും. അതൊക്കെ മറികടന്ന് എല്ലാം തള്ളിക്കളഞ്ഞ്